ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞാൻ പറയുന്നത് കേക്കമ്മേ. ഇനി ഒന്നും അമ്മയോട് മറച്ചു വെക്കാൻ എനിക്ക് പറ്റില്ല. എല്ലാം ഞാൻ പറയാം. കുറച്ച് ദിവസങ്ങൾ കൂടി കഴിയുമായിരുന്നെങ്കിൽ എല്ലാം അവസാനിക്കുമായിരുന്നു. ഇതൊരു പക്ഷെ ദൈവം തീരുമാനിച്ച സമയമായിരിക്കും. അമ്മയോട് കള്ളം പറഞ്ഞ് ഞാൻ മടുത്തു. ഓരോ നിമിഷം അമ്മയോട് കള്ളം പറയുമ്പോഴും ഉള്ളിൽ കുത്തുന്ന വേദനയാ. അമ്മയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാനും ഞാൻ തയ്യാറായിരുന്നു അമ്മ. പണം കൊടുത്തവർക്ക് വേണ്ടത് എന്നെ തന്നെയായിരുന്നു. അത് സുനന്ദേച്ചി പണിക്ക് നിൽക്കുന്ന വീട്ടിലെ മേഡം ആണ് അമ്മയുടെ ഓപ്പറേഷനുള്ള പൈസ തന്നത്. അവര് എന്നോട് പറഞ്ഞ കരാർ അനുസരിച്ചാ നവീനുമായുള്ള വിവാഹത്തിന് വേണ്ടി എനിക്ക് തല നീട്ടേണ്ടി വന്നത്. അല്ലാതെ നവീൻ എന്റെ ആരുമല്ല. തങ്കം, ആ മേഡത്തിന് കൃഷ്ണയുടെ അതേ രൂപത്തിലുള്ളൊരു മോളുണ്ട്. യഥാർത്ഥത്തിൽ ആ കുട്ടിയെയാണ് കളരിക്കിലേക്ക് വിവാഹം ചെയ്ത് അയക്കേണ്ടിയിരുന്നത്. പക്ഷേ ഈ ജാതകപരമായ എന്തോ ദോഷം മറികടക്കാൻ വേണ്ടി കൃഷ്ണയുടെ കഴുത്തിൽ താലി കെട്ടണമെന്ന് അവര് നിർബന്ധം പിടിച്ചു. വേറൊരു പെൺകുട്ടിയും അത് സമ്മതിക്കില്ലായിരുന്നു. പക്ഷെ ഇവള് സമ്മതിച്ചു. കാരണം തങ്കേച്ചിയുടെ ജീവൻ അവൾക്ക് അത്രയും വിലപ്പെട്ടതായിരുന്നു. അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാല് എനിക്ക് പിന്നെ ആരാ ഉള്ളത്? നാട് മുഴുവൻ അലഞ്ഞ് കൈ നീട്ടിയിട്ടും ആരും നമ്മളെ സഹായിച്ചില്ല. അപ്പൊ മുന്നിൽ വന്ന മാർഗം ദൈവം കാണിച്ചു എന്നാണെന്ന് കരുതി ഞാനും സ്വീകരിച്ചു. അല്ലാതെ അമ്മയെ ചതിക്കണമെന്നോ അമ്മയെ പറ്റിക്കണമെന്നോ ഞാൻ കരുതിയിട്ടില്ല. എനിക്കെന്റെ അമ്മയോ വലുത്. ഈ ലോകത്ത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എന്റെ അമ്മ മാത്രമാണ്.